മിലാൻ ഡെർബിയിലെ ഒരു ചരിത്രതുല്യമായ മത്സരമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരുപക്ഷെ മിലാൻ ഡെർബിയിലെ ഏറ്റവും ആവേശകരമായ മത്സരം തന്നെ ഇതെന്ന് പറയാം. 2005 അരങ്ങേറിയ ചാമ്പ്യൻസ് ലീഗ് മത്സരം, തീക്കളിയായ മത്സരം. മിലാനെതിരെ ആദ്യ പാദത്തിലെ 2-0 പരാജയം മറികടക്കാൻ ഇന്ററിന് കഴിയുമോ എന്നറിയാൻ ഏകദേശം 82,000 ആളുകളാണ് അന്ന് സാൻസിറോ സ്റ്റേഡിയത്തിലെത്തിയത്. എന്നാൽ മത്സരത്തിൻ്റെ 30 മിനിറ്റിൽ മിലാൻ ലീഡെടുത്തു. ആൻഡ്രേ ഷെവ്ചെങ്കോ നേടിയ ഗോളിൽ മിലാൻ മുന്നിലെത്തുകയായിരുന്നു. ആ ഗോൾ വന്നതോടെ ഇന്ററിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് എല്ലാവരും കരുതി. എന്നാൽ മത്സരത്തിൻ്റെ 72-ാം മിനിറ്റിൽ ആരാധകരെ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്റർ ഗോൾ നേടി. കാമ്പിയാസോയുടെ അത്യുഗ്ര ഹെഡർ ഗോളായിരുന്നു ഇത്. എന്നാൽ റഫറി ആ ഗോൾ നിരസിക്കുകയായിരുന്നു. ഇത് കണ്ട ഇന്റർ ആരാധകർ അടങ്ങിയിരുന്നില്ല. അവരുടെ രോഷം അണപൊട്ടി. ചെറിയ ഫയർ ബോൾസോടൊപ്പം കയ്യിൽ കിട്ടിയതെല്ലാം അവർ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അതിലൊരു തീപ്പന്തം AC മിലാൻ ഗോളിയായിരുന്ന ദിദിയുടെ തോളിൽ വന്ന് പതിക്കുകയായിരുന്നു. അതുകൂടിയായപ്പോൾ മത്സരം നിർത്തിവെച്ചു. പിന്നീട് മത്സരം 3-0 മിലാൻ ജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആ മത്സരത്തിനിടെ ആരോ എടുത്ത ചിത്രം ഇന്നും ഫേമസ് ആണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും റൂയി കോസ്റ്റയും മറ്റരസിയും നിൽക്കുന്ന ആ ചിത്രം. ആ വൈറലായ ചിത്രം പിറവിയെടുത്തത് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലായിരുന്നു.